ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു NCERT എക്സസൈസ് നമുക്ക് നോക്കാം. നല്ലൊരു ചോദ്യമാണ് നോക്കുക. ലോസ് ഓഫ് മോഷൻ എന്നാണ്. One end of a string of length L is connected to a particle of mass m and the other to a small peg on a smooth horizontal table. If the particle moves in a circle with speed v, the net force on the particle directed towards the center is എന്നാണ് ചോദ്യം. അതായത് ഈ L ലെങ്ത് ഇങ്ങനെ കറങ്ങി ഒരു സ്പീഡ് വീല് ഒരു സർക്കുലാർ മോഷൻ അണ്ടർഗോ ചെയ്യുകയാണ്. ഓഫ് കോഴ്സ് ദിസ് ഈസ് എന്താണ്, ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ സെന്ററിലേക്ക്. അപ്പോൾ ആ സ്ട്രിങ്ങിന് ഒരു ടെൻഷൻ ഉണ്ട്, T എന്നാണ് പറയുന്നത്. ആ ബ്ലോക്കിന്റെ മാസ് M ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഉള്ളിലേക്ക് എന്തുണ്ടാകും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പിടിച്ച് കറക്കുന്നത്. നമ്മുടെ മൈൻഡിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, നമുക്കറിയാം ടെൻഷൻ ടുവാർഡ്സ് ദ സെൻറ്റർ ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r ആണ്. അതിനെ എനിക്കിവിടെ mv²/L എന്ന് വിളിക്കാം. അപ്പോൾ ടെൻഷനും ഉണ്ട് സെൻറ്ററിലേക്ക്, mv²/L സെൻറ്ററിലേക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ഒരു കൺഫ്യൂഷൻ. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിക്ഷസ് ഫോഴ്സ് ആണ്. അതായത് എന്താണോ അവിടെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഏത് ഫോഴ്സാണോ അവിടെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതല്ലാതെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നും പറഞ്ഞ് എക്സ്ട്രാ ഒരു കമ്പോണൻറ്റ് നമുക്ക് അവിടെ അവൈലബിൾ അല്ല. ദാറ്റ് മീൻസ് ഇവിടെ എന്താണോ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇവിടെ ടെൻഷനാണ് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത്, അതാണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ എനിക്കിവിടെ പറയാം, ഇവിടെ ടെൻഷനാണ് സെൻറ്ററിലേക്കുള്ളത്, അതാണ് ഇവിടുത്തെ mv²/r ഓർ ടെൻഷൻ ഈക്വൽ ടു mv²/L എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ടുവാർഡ്സ് ദ സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. സെൻറ്ററിലേക്ക് ആകെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ 1 ആണ്. 1 ഈസ് ദ റൈറ്റ് ആൻസർ.